ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 സോഷ്യൽ സ്റ്റഡീസ് ചാപ്റ്റർ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് തേർഡ് ചാപ്റ്ററാണ്. ഇതിൽ ആദ്യം തന്നെ തന്നിരിക്കുന്നത് ഒരു ഡയറിയാണ്. ആൻ ഫ്രാങ്കിൻ്റെ ഒരു ഡയറിയുടെ ഒരു പേജാണ്. നമുക്കത് വായിക്കാം. വി ഹാവ് ഡിസ്കസ്ഡ് വാട്ട് ഈച്ച് പേഴ്സൺ വുഡ് ഡു ഇഫ് ദേ ഗെറ്റ് എ ചാൻസ് ടു ഗോ ഔട്ട്. Dad wants to go out and see Mr. Watson. Peter wants to go to town and see a movie. And I find freedom itself a great joy. So I can't think of what to do. But I know one thing, that what I like above everything is a house of our own and freedom of movement. Then my school, my studies. I love my country. I love this language. I wish to live and work here. Anne Frank, The Diary of a Young Girl, Anne Frank, Independent Translation. The above lines were written by Anne Frank in her beloved diary named Kitty. She had to lead a life hiding in a small confined room in her own country because of Hitler's military attack. അപ്പോൾ ഇത് ഈ മുകളിൽ തന്നിരിക്കുന്നത് ഒരു ഡയറിയുടെ ഒരു പേജാണ്. ആൻ ഫ്രാങ്ക് എന്നൊരു പെൺകുട്ടി എഴുതിയ ഡയറിയാണ്. ഹിറ്റ്ലർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത്, ഹിറ്റ്ലറിൻ്റെ നാസി അറ്റാക്കിൻ്റെ സമയത്ത് ജൂതന്മാരെ എല്ലാവരെയും കൺഫൈൻമെൻറ്റ് ക്യാമ്പിൽ കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തിയ സമയത്ത് ഈ ആൻ ഫ്രാങ്കും ഫാമിലിയും അവരുടെ ഒരു ഡഞ്ചൻ്റെ ഉള്ളിൽ, അതായത് ഒരു ഭൂഗർഭ അറയുടെ ഉള്ളിൽ ഇവർ ഒളിച്ചിരിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒളിച്ച് താമസിക്കുന്ന സമയത്ത് എഴുതിയ ഡയറിയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് പുറത്തിറങ്ങണം. അച്ഛന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എവിടെ പോകണം? മിസ്റ്റർ വാസനെ കാണാൻ പോകണം. പീറ്ററുണ്ട്, ബ്രദറിന് പുറത്തിറങ്ങിയാൽ എന്ത് ചെയ്യണം? ഒരു മൂവി കാണണം. പക്ഷേ ഇവൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. പുറത്ത് പോകാൻ തന്നെ ഒരു ലക്ഷറിയസ് ഫ്രീഡമാണ്, അതായത് ഒരു സ്വാതന്ത്ര്യം തന്നെയാണ് പുറത്ത് പോകുക എന്ന് പറയുന്നത്. അവൾക്ക് പിന്നെ എന്താ വേണ്ടത്? സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ട്. അവർക്ക് ആ വീടിനുള്ളിൽ സ്വതന്ത്രമായിട്ട് നടക്കാനും ചിരിക്കാനും കളിക്കാനും ഉള്ള സ്വാതന്ത്ര്യം വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. അവൾക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആ രാജ്യത്ത് തന്നെ ജീവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അവിടെ തന്നെ ജോലി ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അവൾക്ക് അവളുടെ രാജ്യവും അവളുടെ ഭാഷയും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഡയറിയുടെ പേജിലുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവില്ല. കാരണം വി ആർ ഇൻ എ ലക്ഷറിയസ് ലൈഫ്, അല്ലേ? നമ്മളിപ്പോൾ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലക്ഷറിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയില്ല ഈ ഒരു സ്വാതന്ത്ര്യമില്ലായ്മ എങ്ങനെ ആയിരിക്കും എന്ന്. ഇപ്പം നമ്മുടെ പാരൻസ് നമ്മളോടൊരു കാര്യം ചെയ്യണ്ട എന്ന് പറയുമ്പോഴത്തേക്കുള്ള നമ്മുടെ മക്കളുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ ഇല്ലേ, അതിൻ്റെ അപ്പുറത്താണ് ഈ ഒരു അവസ്ഥയിൽ കൂടി ഇവർ കടന്നു പോകുമ്പോൾ. ഹിയർ വാട്ട് ഓൾ ഡസ് ആൻ ഫ്രാങ്ക് വിഷ് ഫോർ. അപ്പോൾ ആൻ ഫ്രാങ്കിന് എന്തൊക്കെയാണ് ആഗ്രഹം ആയിട്ട് ഉള്ളത്? ഈ ഡയറിയുടെ ഈ പേജിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലാവും? ടു ലീഡ് എ ലൈഫ് ഓഫ് ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യപൂർണ്ണമായൊരു ജീവിതം നയിക്കുന്നതിന്. ടു ഓൺ എ ഹൗസ് ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ഫ്രീഡം, ഒരു സ്വന്തമായിട്ട് വീട് വേണമെന്നും അവിടെ സ്വാതന്ത്ര്യപൂർവ്വം അവിടെ വിഹരിക്കണമെന്നും, അതായത് കളിക്കാനും പഠിക്കാനും ചിരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം വേണം. ടു ഗോ ടു സ്കൂൾ ആൻഡ് സ്റ്റഡി, സ്കൂളിൽ പോയി പഠിക്കും. ഇതെല്ലാമാണ് ആൻ ഫ്രാങ്കിന് ഉണ്ടായിരുന്നത്. വാട്ട് ഡസ് അവർ നേറ്റീവ് ലാൻഡ് ഗ്യാരണ്ടി അസ്. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു നമുക്ക് നമ്മുടെ നേറ്റീവ് ലാൻഡ്, നമ്മുടെ മാതൃഭൂമി എന്തെല്ലാമാണ് നമുക്ക് തരുന്നത്, ഗ്യാരണ്ടി ചെയ്യുന്നത് എന്തൊക്കെയാണ് നോക്കാം. ലൈഫ് ഓഫ് ഫ്രീഡം തരുന്നുണ്ട്, ഇല്ലേ? നമുക്കിവിടെ ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം തരുന്നുണ്ട്. വേർഷിപ്പ്, അപ്പോൾ ഇഷ്ടമുള്ള ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയും പൂജിക്കാൻ വേണ്ടിയുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ട്രാവൽ, യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഹെൽത്ത് കെയർ, നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാനും ചികിത്സ തേടാനുമുള്ള സ്വാതന്ത്ര്യം. സോഷ്യൽ സെക്യൂരിറ്റി, നമുക്ക് നമ്മുടെ സ്വത്തിനും നമ്മുടെ ജീവനും ഒരു സുരക്ഷയുണ്ട്. ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അതായത് പാലങ്ങളും റോഡുകളും ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നമുക്ക് തരുന്നുണ്ട്, അല്ലേ? അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ മാതൃഭൂമി നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നത്. നെക്സ്റ്റ് പേജിൽ സ്റ്റേറ്റ് ആൻഡ് പീപ്പിളാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കൊളാഷ് കൊടുത്തിട്ടുണ്ട്. COVID-19, India declares that state is all set to face any situation. Health insurance card to be ensured for all across the country. Solution for energy crisis faced by people.
New solar energy plants to be dedicated to the nation today. Food price hikes. State to adopt immediate step to increase production. Republic Day celebration. India tightens security along the borders. അപ്പം ഇത് ഒരു കൊലാഷാണ് അല്ലേ. ലുക്ക് അറ്റ് ദ കൊലാഷ് ഗിവൺ എബവ് ഹിയർ. ഹൂ ഫുൾഫിൽസ് ദ ഡിമാൻഡ്സ് ഓഫ് ദ പീപ്പിൾ ആൻഡ് എൻഷുവേഴ്സ് ദ സെക്യൂരിറ്റി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ വന്നപ്പോൾ അതിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഹെൽത്ത് ഇൻഷുറൻസ്, ആരോഗ്യ സംരക്ഷണം, ഭക്ഷ്യധാന്യങ്ങൾക്കുള്ള വിലക്കയറ്റം വന്നപ്പോൾ അത് കുറക്കാൻ വേണ്ടിയിട്ടും ഒരു റിന്യൂവബിൾ റിസോഴ്സ് ഒരു പ്ലാന്റ്, സോളാർ എനർജി പ്ലാന്റ് നമുക്ക് ഇലക്ട്രിസിറ്റിക്കും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി ചെയ്യാനും, റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ്റെ സമയത്ത് സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്യാനും, ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? ഇതെല്ലാം ചെയ്യണത് ആരാണ്? സ്റ്റേറ്റാണ് ചെയ്യണത്. അല്ലെങ്കിൽ അപ്പോൾ കൺട്രി അല്ലെങ്കിൽ അവരുടെ ഗവൺമെൻറ്റാണ് ഇതൊക്കെ നമുക്ക് ചെയ്തു തരുന്നത് അല്ലേ. വാട്ട് ആർ ദ സർവീസസ് പ്രൊവൈഡ് ബൈ ദ സ്റ്റേറ്റ് ടു ദ പീപ്പിൾ. ഇപ്പോൾ സ്റ്റേറ്റ് നമുക്ക് എന്തെല്ലാം സർവീസസ് ആണ് തരുന്നത്? പ്രൊട്ടക്ഷൻ ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ പീപ്പിൾ, അതവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി. അതായത് സോഷ്യൽ സെക്യൂരിറ്റി ആണത്. നമുക്ക് നമ്മുടെ സ്വത്തിനും നമ്മുടെ ജീവനും ഉള്ള സംരക്ഷണം. എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ. എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം, ഹെൽത്ത് കെയർ ആരോഗ്യ സംരക്ഷണം. ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങൾ. നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റ് പ്രകൃതി വിഭവം അതിൻ്റെ സംരക്ഷണവും അതെങ്ങനെ യുക്തിപൂർവം അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് സാമ്പത്തിക വികസനം. കൾച്ചറൽ ആൻഡ് റിക്രിയേഷൻ ഫെസിലിറ്റി സാംസ്കാരികവും വിനോദത്തിനും വേണ്ടിയുള്ള ഉപാധികൾ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ദുരന്ത നിവാരണം. ഇതെല്ലാം ആരാണ് ചെയ്യേണ്ടത്? സ്റ്റേറ്റ് നമുക്ക് വേണ്ടി ചെയ്തു തരേണ്ട കാര്യങ്ങളാണ്. ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ദാറ്റ് എനേബിൾസ് എൻ എൻവയറമെൻറ്റ് ഫോർ ദി പീപ്പിൾ ടു ലിവ് വിത്ത് ലിബർട്ടി, ഡിഗ്നിറ്റി ആൻഡ് വിത്തൗട്ട് ഫിയർ. ലെറ്റ്സ് ഗെറ്റ് ഫാമിലിയറൈസ്ഡ് വിത്ത് മോർ ഫീച്ചേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് നമുക്ക് എന്തൊക്കെ തരണം? സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും ഭയമില്ലാതെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരണം. അതിനുള്ളൊരു സാഹചര്യം നമുക്ക് ഒരുക്കി തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. വാട്ട് ഈസ് സ്റ്റേറ്റ്? സ്റ്റേറ്റ് ഈസ് ദ ഹയസ്റ്റ് സോഷ്യോ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ബൈ ദ പീപ്പിൾ. ജനങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു സാമൂഹികവും രാഷ്ട്രീയപരവുമായ ഒരു സ്ഥാപനമാണ് സ്റ്റേറ്റ്. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് പെർമനൻ്റ്ലി വിത്തിൻ എ ഡിഫിനിറ്റ് ടെറിറ്ററി വിത്ത് എ സോവറിൻ ഗവൺമെൻറ് ഈസ് എ സ്റ്റേറ്റ്. ഒരു കൂട്ടം ആളുകൾ ഒരു പ്രദേശത്തിനുള്ളിൽ താമസിക്കുകയും അവരുടെ പരമാധികാരത്തിനുള്ളിലാണ് ആ പ്രദേശത്തെ എല്ലാ ആൾക്കാരും. അവർക്ക് ഒരു പരമാധികാരമുണ്ട് ഉള്ള ഒരു പ്രദേശം. അതിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ ജനങ്ങൾക്ക് പരമാധികാരമുള്ള ഒരു പ്രദേശം. പോപ്പുലേഷൻ, ടെറിറ്ററി, ഗവൺമെൻറ് ആൻഡ് സോവറിൻ ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഫോം എ സ്റ്റേറ്റ്. അപ്പോൾ ജനസംഖ്യ, പ്രാദേശിക അതിര് ടെറിറ്ററി, പിന്നെ എന്താണ് ഗവൺമെൻറ്, പിന്നെ പരമാധികാരം എന്നിവയാണ് ഈ 4 ഫാക്ടേഴ്സ് ഒരു സ്റ്റേറ്റിനുണ്ടാവേണ്ട 4 ഫാക്ടേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ചോദ്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഫോം എ സ്റ്റേറ്റ്? അപ്പോൾ അതിൻ്റെ ആൻസർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പോപ്പുലേഷൻ, ടെറിറ്ററി, ഗവൺമെൻറ് ആൻഡ് സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ പരമാധികാരമാണ്. ടെറിറ്ററി എന്ന് പറഞ്ഞാൽ പ്രദേശം അല്ലെങ്കിൽ അതിരുകളാണ്. It is the responsibility of the state to make law and to ensure the welfare of its people. അപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ലോ ആൻഡ് ഓർഡർ ഉണ്ടാക്കുക, ഒരു നിയമവ്യവസ്ഥത ഉണ്ടാക്കുക. ആ നിയമം ജനങ്ങളുടെ നല്ലതിന് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കുക. ദ സ്റ്റേറ്റ് പ്രൊട്ടക്ട് ദ റൈറ്റ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. മോർ ഓവർ ഇറ്റ് ഡിഫൈൻസ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ പീപ്പിൾ ടുവാർഡ്സ് ദ സ്റ്റേറ്റ്. അതിനധികമായിട്ട് എന്താ ചെയ്യുക? ജനങ്ങളുടെ ഉത്തരവാദിത്വങ്ങളും കൂടി ഈ ഒരു സംസ്ഥാനത്തിന് ഓർമ്മിപ്പിക്കുകയും അതെല്ലാം ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യേണ്ടത് സംസ്ഥാനത്തിൻ്റെ കടമ. ഇനി സ്റ്റേറ്റ്. ദ ഗ്രീക്സ് റിഫർ ടു സിറ്റി സ്റ്റേറ്റ് ആസ് പോളിസ്, വെറാസ് ദ റോമൻസ് യൂസ് ദം സിവിറ്റസ്. അപ്പോൾ ഗ്രീക്കുകാർ പോളിസ് എന്നും റോമൻകാർ സിവിറ്റസ് എന്നുമാണ് സ്റ്റേറ്റിനെ പറഞ്ഞിരുന്നത്, സംസ്ഥാനത്തിനെ പറഞ്ഞിരുന്നത്. ഇറ്റ് വാസ് എ ഇറ്റാലിയൻ ഫിലോസഫർ നിക്കോളോ മിച്ചവലി who used the term state in its modern sense for the first time. അപ്പോൾ ആദ്യമായിട്ട് സ്റ്റേറ്റ് എന്നുള്ളൊരു പദം ഉപയോഗിച്ചത് നിക്കോളോ മിച്ചോലിയാണ്. ഇറ്റാലിയൻ ഫിലോസഫറാണ് അദ്ദേഹം. ദ ഇംഗ്ലീഷ് വേർഡ് സ്റ്റേറ്റ് കെയിം ടു എക്സിസ്റ്റൻസ് ഫ്രം ദ ടൈം സ്റ്റേറ്റസ്. അപ്പോൾ സ്റ്റേറ്റസ് എന്നുള്ള പദത്തിൽ നിന്നാണ് സ്റ്റേറ്റ് എന്നുള്ള വാക്ക് ഉണ്ടായത്. വിച്ച് വാസ് പോപ്പുലർ എമംഗ്
ട്യൂട്ടോൺസ് ദ ഏൻഷ്യൻറ്റ് ട്രൈബ്സ് ഇൻ ജർമ്മനി. ജർമ്മനിയിലെ ഒരു പുരാതന ഒരു ട്രൈബ്സ്, ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ ആ ഒരു വേർഡ് ഉണ്ടായിരുന്നു, സ്റ്റാറ്റസ് എന്നുള്ളൊരു വേർഡ് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് സ്റ്റേറ്റ് എന്നുള്ള വേർഡ് ഉത്ഭവിച്ചത്. ലെറ്റസ് എക്സാമിൻ ഈച്ച് കോമ്പോണൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ് ഇൻ ഡീറ്റെയിൽ. നമുക്ക് സ്റ്റേറ്റിൻ്റെ ഓരോ ഫാക്ടേഴ്സ്, 4 ഫാക്ടേഴ്സ് പറഞ്ഞല്ലോ, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. പോപ്പുലേഷൻ, ഫസ്റ്റ് വൺ പോപ്പുലേഷൻ ആണ്. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ above. Which of these can be considered a school in the complete sense of the term? അപ്പോൾ സ്കൂൾ എന്നുള്ളൊരു വാക്ക് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ഈ 2 പിക്ചറിൽ ഏത് പിക്ചറാണ് ഒരു സ്കൂൾ എന്നുള്ള പദത്തിന് അനുയോജ്യമായിട്ടുള്ളത്? ആദ്യത്തെ പിക്ചർ വെറും ഒരു ബിൽഡിംഗ് മാത്രമാണ്, അവിടെ അതിനൊരു സ്കൂൾ എന്ന് പറയാൻ പറ്റില്ല, സ്കൂൾ ബിൽഡിംഗ് മാത്രമാണത്. രണ്ടാമത്തെ പിക്ചറാണ് സ്കൂളെന്ന് പറയുന്നത്. അവർ അധ്യാപകരുണ്ട്, മാതാപിതാക്കളുണ്ട്, കുട്ടികളുണ്ട്, അങ്ങനെ അതെല്ലാം എല്ലാ കോമ്പോണൻസും ഒത്തൊരുങ്ങിയത് രണ്ടാമത്തെ പിക്ചറിലാണ് അല്ലേ. ഫോർ എ സ്കൂൾ ടു ബിക്കം എ സ്കൂൾ ഈസ് എ റിയൽ in the real sense, there should be children, teachers and staff along with other facilities. The concept of school becomes complete when they work together harmoniously and actively. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ആ ഒരു മുഴുവൻ അർത്ഥത്തിൽ അത് ഒരു വിദ്യാലയം എന്നുള്ള പേരിൽ അറിയപ്പെടണമെങ്കിൽ അതിനെ മുഴുവനായിട്ടുള്ള ആ ഒരു അർത്ഥത്തിൽ എല്ലാവരും ഹാർമോണിയസ്ലി, സന്തോഷമായിട്ട് അവിടെ ജോലി എടുക്കണം അല്ലേ. ഓരോ കുട്ടികൾക്കും എല്ലാവർക്കും സന്തോഷം ഉണ്ടാവണം അവിടെ ജോലി എടുക്കാനും വരാനും പോകാനും ഒക്കെ. ദ സ്റ്റേറ്റ് ഈസ് ഓൾസോ ലൈക്ക് ദിസ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്, ഒരു സംസ്ഥാനം അങ്ങനെ തന്നെയാണ്. വിത്തൗട്ട് പീപ്പിൾ എ സ്റ്റേറ്റ് കനോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ജനങ്ങളില്ലെങ്കിൽ ഒരു സംസ്ഥാനം ഉണ്ടാവില്ല, ഒരു സ്റ്റേറ്റ് ഉണ്ടാവില്ല. ബട്ട് ദ നമ്പർ ഓഫ് പീപ്പിൾ റിക്വയർഡ് ടു ഫോം എ സ്റ്റേറ്റ് ഹാസ് നോട്ട് ബീൻ ഫിക്സഡ്. അപ്പോൾ എത്ര ആളുകൾ വേണം എന്നുള്ളതിന് ഒരു കണക്കൊന്നുമില്ല സ്റ്റേറ്റിൽ. ഇത്ര പേരുണ്ടെങ്കിലേ സ്റ്റേറ്റ് ആകാൻ പാടുള്ളൂ, ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ടാകാൻ പാടില്ല, അങ്ങനെ ഒരു കണക്ക് നമുക്ക് സ്റ്റേറ്റിന് ഇല്ല. ദ പോപ്പുലേഷൻ ഓഫ് എ സ്റ്റേറ്റ് ക്യാൻ ഇൻക്ലൂഡ് പീപ്പിൾ ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് റിലീജിയൻ, കളർ ആൻഡ് ക്ലാസ്. അപ്പോൾ ജനങ്ങളെന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റിലുള്ള ജനങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരോ ഏത് നിറത്തിലുള്ളവരോ ഏത് ക്ലാസ്സിലുള്ളവരോ എന്ത് വേണമെങ്കിലും ആകാം. ഏത് ഇപ്പോൾ മിഡിൽ ക്ലാസ് ആണോ അല്ലെ അപ്പർ ക്ലാസ് ആണോ, അങ്ങനത്തെ ഏത് ക്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല. ഏത് ക്ലാസ് ആണെങ്കിലും അതെല്ലാം കൂടി ഉൾപ്പെട്ടതാണ് ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. പീപ്പിൾ ബിക്കം എ പാർട്ട് ഓഫ് എ സ്റ്റേറ്റ് വെൻ ദേ സ്റ്റേ ടുഗെദർ വിത്ത് മ്യൂച്വൽ ഡിപ്പെൻഡൻസ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റിലുള്ള ജനങ്ങൾ എങ്ങനെയാണ് ആ സ്റ്റേറ്റിൻ്റെ ഒരു ഭാഗമായി മാറുന്നത്? അവരുടെ സഹകരണ മനോഭാവം, പിന്നെ കളക്റ്റീവ് കോൺഷ്യസ്നസ്, മൊത്തത്തിലുള്ള നമ്മുടെ ഒരു മനോഭാവമുണ്ടല്ലോ, നമ്മുടെ സ്റ്റേറ്റിനോടുള്ളൊരു സ്നേഹം, അങ്ങനെ നമ്മുടെ നാട്ടുകാരോടുള്ളൊരു സ്നേഹവും വിശ്വാസവും ഒക്കെ, അതെല്ലാം കൂടി കൂടിച്ചേർന്നിട്ടാണ് ഒരുപോലെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും, പൊതു താല്പര്യം ഉണ്ടാകും. അപ്പോൾ അതെല്ലാം കൂടിച്ചേർന്നിട്ടാണ് ഒരു സ്റ്റേറ്റിലുള്ള ജനങ്ങളായി മാറുന്നത്. പിന്നെ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ കൺട്രി വിത്ത് ഹയസ്റ്റ് പോപ്പുലേഷൻ? അപ്പോൾ ഹയസ്റ്റ് പോപ്പുലേഷനുള്ള കൺട്രി ഇന്ത്യയാണ്. അക്കോർഡിംഗ് ടു 2025 കണക്ക് വെച്ചിട്ട് 1.46 ബില്യൺ ആണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഉള്ളത്. അപ്പോൾ ഇന്ത്യ ഈസ് ദി ഹയസ്റ്റ് പോപ്പുലേഷൻ കൺട്രി വിത്ത് ദ ലോവസ്റ്റ് പോപ്പുലേഷൻ വത്തിക്കാൻ സിറ്റിയാണ്. വത്തിക്കാൻ സിറ്റിയിലാണ് ഏറ്റവും ലോവസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത്. നെക്സ്റ്റ് പേജിൽ കംപ്ലീറ്റ് ദ വർക്ക് ഷീറ്റ്. ഡ്രോ സ്മൈലി ഫേസ് എഗെയിൻസ്റ്റ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സാഡ് ഫേസ് എഗെയിൻസ്റ്റ് false statement. The required population for the formation of state had been fixed on 1 lakh. 1 lakh ആണെന്നാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷൻ. ഇല്ല, തെറ്റാണ്. അപ്പോൾ സാഡ് ഫേസാണ് അവിടെ വരയ്ക്കേണ്ടത്. പീപ്പിൾ ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് റിലീജിയൻ ആൻഡ് ക്ലാസ് ക്യാൻ ബി പാർട്ട് ഓഫ് പോപ്പുലേഷൻ ഓഫ് എ സ്റ്റേറ്റ്. അത് കറക്റ്റാണ്. ഏത് മതമോ ഏത് ക്ലാസ്സോ ആയാലും നമുക്ക് സ്റ്റേറ്റിൻ്റെ ആൾക്കാരായിട്ട് ഉൾപ്പെടുത്താൻ പറ്റും. അത് സ്മൈലി ഫേസ് ആണ് ആൻസർ. ദ സ്റ്റേറ്റ് ഈസ് ദ ഹയസ്റ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ പീപ്പിൾ. അതും കറക്റ്റാണ്. വി ഹാവ് റീഡ് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. എ സ്റ്റേറ്റ് ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് പീപ്പിൾ. ജനങ്ങളില്ലാതെ ഒരു സ്റ്റേറ്റിൽ, ഒരു സംസ്ഥാനത്തിൽ നിലനിൽക്കാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് തെറ്റാണ്. ജനങ്ങളില്ലെങ്കിൽ ഒരു സംസ്ഥാനമില്ല. ഇപ്പോൾ സാഡ് ഫേസ് ആണ് അതിനിടാനുള്ളത്. നെക്സ്റ്റ് ഇസ് ടെറിട്ടറി എന്ന് പറഞ്ഞാൽ പ്രാദേശിക അതിരുകളാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഒരു സൗത്ത് സുഡാൻ്റെ മാപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത്. മാപ്പ് ഓഫ് സൗത്ത് സുഡാൻ ദാറ്റ് വാസ് ഫോംഡ് ഇൻ 2011 ഈസ് ഗിവൺ എബവ്. 2021 സൗത്ത് സുഡാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്മോൾ സ്റ്റേറ്റ് ഉണ്ടായിരുന്നത്. ആ സ്റ്റേറ്റിൻ്റെ മാപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത്.
ഇൻ വിച്ച് കോണ്ടിനെൻ്റ് ഈസ് സൗത്ത് സുദാൻ സിറ്റുവേറ്റഡ്? സൗത്ത് സുദാൻ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ആഫ്രിക്കയിലാണ്. വിച്ച് റിവർ എൻറിച്ചസ് ദിസ് കൺട്രി വിത്ത് വാട്ടർ? റിവർ നൈലാണ്. സുദാനിൽ നിന്ന് മോചിപ്പിച്ച 10 സ്റ്റേറ്റുകൾ കൂടിച്ചേർന്നിട്ടാണ് സൗത്ത് സുദാൻ ഉണ്ടായത്. ദ ബിഗ്ഗസ്റ്റ് കൺട്രി ഇൻ ആഫ്രിക്ക. സുദാൻ ആയിരുന്നു ആഫ്രിക്കയിലത്തെ ബിഗ്ഗസ്റ്റ് കൺട്രി, ഏറ്റവും വലിയ കൺട്രി. ഫ്രം ദിസ് ഹാവൻറ്റ് യു റിയലൈസ് that a specific geographic territory is necessary for the formation of any state? ഒരു സ്റ്റേറ്റിൻ്റെ ഫോർമേഷൻ, ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ ഒരു ഫോർമേഷൻ ആവശ്യമാണ് അല്ലേ? നമുക്ക് അതിനകത്ത് ബോർഡർ വേണം, എല്ലാം വേണം, എന്നാൽ മാത്രമേ ആ ഒരു സ്റ്റേറ്റിന് കറക്റ്റായിട്ടുള്ളൊരു ഫീച്ചേഴ്സൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. Formation of any state like South Sudan. For the existence of a state, a permanent and well-defined territory is essential. ഒരു പെർമനൻറ്റും സ്ഥിരവും കറക്റ്റായിട്ട് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ടെറിട്ടറി, ഒരു പ്രാദേശിക ബൗണ്ടറി ആവശ്യമാണ്. ബട്ട് ദ ഏരിയ ഓഫ് ടെറിട്ടറി ഫോർ ദ ഫോർമേഷൻ ഓഫ് എ സ്റ്റേറ്റ് ഹാസ് നോട്ട് ബീൻ specified. The land area, the water body, the air space and the coastal area of a country come under the jurisdiction of the territory. അപ്പോൾ ടെറിട്ടറിയുടെ കീഴിൽ എന്തൊക്കെയാണ് വരിക? ദ ലാൻഡ് ഏരിയ, ദ വാട്ടർ ബോഡീസ്, ദ എയർ സ്പേസ് ആൻഡ് ദ കോസ്റ്റൽ ഏരിയാസ് ഓഫ് എ കൺട്രി കം അണ്ടർ ദ ജൂറിഡിക്ഷൻ ഓഫ് എ ടെറിട്ടറി. ഒരു പ്രദേശത്തിൻ്റെ കീഴിൽ, ഒരു പ്രദേശത്തിൻ്റെ അധികാരപരിധിയിൽ എന്തൊക്കെയാണ് വരുന്നത്? ഭൂമി, അതിൻ്റെ ഉള്ളിലുള്ള ഭൂമി വരും. വാട്ടർ ബോഡീസ്, ജലസ്രോതസ്സുകൾ വരും. എയർ സ്പേസ്, എയറിലുള്ള വായുവിലുള്ള സ്പേസ് വരും. കോസ്റ്റൽ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരപ്രദേശങ്ങൾ വരും. അപ്പോൾ ഇതെല്ലാം ആ ഒരു ടെറിട്ടറിയുടെ അണ്ടറിൽ വരുന്നതാണ്, അധികാരപരിധിയിൽ വരുന്നതാണ്. മോഡേൺ സ്റ്റേറ്റ്സ് ആർ ജനറലി ലാർജ് ഇൻ ടെറിട്ടറി. മോഡേൺ ആയിട്ടുള്ള ഇപ്പോഴത്തെ ആധുനിക സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ കൺട്രീസ് വലിയ കൺട്രീസാണ്, വലുതാണ്. Examine the map in your social science lab. Identify the biggest country and the smallest country in the world. ഇപ്പോൾ ഏറ്റവും വലിയ കൺട്രിയും ഏറ്റവും ചെറിയ കൺട്രിയും ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റഷ്യ ആൻഡ് വത്തിക്കാൻ സിറ്റി ഓൾറെഡി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ്, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ റോൾ പ്ലേഡ് ബൈ ദ ടെറിട്ടറി. നെക്സ്റ്റ് ഇനി പ്രിപ്പയർ എ നോട്ട് ഓൺ ദ റോൾ പ്ലേഡ് ബൈ ദ ടെറിട്ടറി ഇൻ ദ ഫോർമേഷൻ ഓഫ് എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൻ്റെ ഫോർമേഷന് ടെറിട്ടറിക്കുള്ള പ്രാധാന്യം എന്തെല്ലാമാണെന്ന് നോക്കാൻ. അത് ഞാൻ എൻ്റെ സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ട്, പോയിൻ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് വായിക്കാം. ടെറിട്ടറി റിഫേഴ്സ് ടു ദ ഫിക്സഡ് പോർഷൻ ഓഫ് ദ എർത്ത് സർഫസ് ദാറ്റ് എ സ്റ്റേറ്റ് ക്ലെയിംസ് ആസ് ഇറ്റ്സ് ഓൺ. ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഭൂമിയുടെ ഭാഗമാണ് ആ സ്റ്റേറ്റിന് അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ആ രാജ്യത്തിന് സ്വന്തമെന്ന് അവകാശപ്പെടുന്ന ഭൂമിയുടെ ഭാഗം. ഇറ്റ് ഇൻക്ലൂഡ്സ് ലാൻഡ്, വാട്ടർ ബോഡീസ്, കോസ്റ്റൽ വാട്ടർ ആൻഡ് ഐലൻഡ്. എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഭൂമി, വാട്ടർ ബോഡീസ് അതായത് ജലസ്രോതസ്സുകൾ, കോസ്റ്റൽ വാട്ടർ ആൻഡ് ഐലൻഡുകൾ, അതിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഐലൻഡുകൾ, തീരപ്രദേശങ്ങൾ എല്ലാം ഇതിനകത്ത് പെടും. ഇറ്റ് ഗിവ്സ് ജോഗ്രഫിക്കൽ ഷേപ്സ് ആൻഡ് സെപ്പറേറ്റ്സ് ഫ്രം അതർ സ്റ്റേറ്റ്. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രത്യേകത ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഈ ഒരു ടെറിട്ടറി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോഗ്രഫിക്കൽ ഷേപ്പ് കിട്ടും. നമ്മുടെ കൺട്രിയുടെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന് ഒരു ഷേപ്പ്, ഏതൊക്കെ ഭാഗങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ള ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ക്യാൻ മേക്ക് ആൻഡ് എൻഫോഴ്സ് ലോ വിത്തിൻ ദ ടെറിട്ടറി. അപ്പോൾ ഈ ബൗണ്ടറിയുടെ ഉള്ളിൽ നമുക്ക് എന്ത് ലോ വേണമെങ്കിലും ചെയ്യാം. നമ്മുടേതായിട്ടുള്ള ലോയും അത് നിയമം നടപ്പാക്കുകയും ഒക്കെ നമുക്ക് അതിന് ഉള്ളിൽ ചെയ്യാൻ പറ്റും. ഗിവ് എ പ്ലാറ്റ്ഫോം ഓഫ് ഗവർണൻസ്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിന് ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് അത്രയും ഭാഗം. അതിനപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല, അതിനപ്പുറത്തുനിന്ന് ആൾക്കാർക്ക് ഇങ്ങോട്ടും വരാൻ പറ്റില്ല, നമ്മുടെ ഇതിനകത്തേക്ക് കൈയടത്താൻ പറ്റില്ല. നമ്മുടെ ആ ഒരു ഭരണപ്രദേശം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പ്രൊമോട്ട്സ് നാഷണൽ ഐഡൻറ്റിറ്റി. നമുക്ക് ദേശീയമായിട്ടുള്ള ഒരു വ്യക്തിത്വം നമുക്ക് ഉണ്ടാകും. ഒരു ദേശത്തുള്ള ഒരാൾക്കാരെ, ഇപ്പോൾ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള സ്വന്തം പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടാകുമ്പോൾ, ലാൻഡൊക്കെ അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ, അഗ്രികൾച്ചർ അതൊക്കെ അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാകുമ്പോഴത്തേക്കും അവർക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഉണ്ടാകും. ഇതെന്റെയാണെന്നുള്ളൊരു ഒരു ബോധം, സെൽഫ് ഇത് എൻ്റെയാണ്, എൻ്റെ സ്വന്തമാണെന്നുള്ള ആ ഒരു ബോധം നമുക്ക് ഉണ്ടാകും. സപ്പോർട്ട്സ് എക്കോണമി ആൻഡ് ഡെവലപ്മെൻറ്റ് റിസോഴ്സസ്. എക്കോണമി എന്ന് പറഞ്ഞാൽ സാമ്പത്തികത്തിന് സപ്പോർട്ട് ചെയ്യും, അതുപോലെ വികസനത്തിന് സപ്പോർട്ട് ചെയ്യും. റിസോഴ്സസ്
ഇൻഡസ്ട്രീസ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്. അതായത് എക്കോണമിയും സാമ്പത്തിക വ്യവസ്ഥയെ ഡെവലപ്പാകും. റിസോഴ്സസ് നമ്മുടെ ഈ പ്രദേശം നമുക്ക് മാർക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ടെറിട്ടറി ഇതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള റിസോഴ്സസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ പറ്റും. അത് നമുക്ക് യൂസ്ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ലാൻഡും അഗ്രികൾച്ചറും നമുക്ക് നമ്മുടെ ആ പ്രദേശത്തുള്ള ലാൻഡ് ഏതാണെന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ അഗ്രികൾച്ചർ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാകും. സിറ്റീസ് ഡെവലപ്പാകും, ഇൻഡസ്ട്രീസ് ഡെവലപ്പാകും. ഇതെല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഈ ഒരു ടെറിട്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇത്രയാണ് ഇതിനകത്തുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് 2 ടോപ്പിക്കും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഗവൺമെൻറ്റും സോവറിനിറ്റി. ഇത് രണ്ടാണ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ.